തത്തമംഗലം ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷവും ഗജപൂജയും ആനയൂട്ടും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കാം. ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും തത്തമംഗലം NSS ഹാളിൽ നടന്നു. ചടങ്ങ് സുമേഷ് അച്യുതൻ MLA ഉദ്ഘാടനം ചെയ്തു. ആൽമരത്തിന്റെയും പെരുങ്കുളത്തിന്റെയൊക്കെ സംരക്ഷണത്തിൽ നമുക്കത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ആൽമരം അത്രയും പഴക്കം ചെന്നാണ്, അപകടാവസ്ഥ നമുക്കിത് പരിശോധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ബലമൊക്കെ ഒന്ന് പരിശോധിക്കാനുള്ളതും അതിനൊന്ന് പൈതൃകമായി നിലനിർത്താനുള്ളതുമായിട്ട് നമുക്ക് ചെയ്യാം. ഈ പെരുങ്കുളത്തിൻ്റെ അതേപോലെ ചെയ്യുമ്പോൾ പിന്നീട് ചിലപ്പോൾ നമുക്ക് പരിസരത്തുള്ളവർക്കൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നും കൂടെ പരിശോധിച്ച് അതിൽ നമുക്ക് ഉചിതമായ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള നടപടികൾ ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു ഹൈമാസിൻ്റെ കാര്യം, അത് ഗണപതി കോവിലിൻ്റെ മുമ്പിൽ അത് ഞാൻ ഉറപ്പ് നൽകുന്നു, അത് ഞാൻ ഉടനെ ചെയ്തു. മറ്റ് വിഷയങ്ങളൊന്നും പറയാനില്ല. ഇന്നിപ്പോൾ ഉന്നത വിജയം നേടിയ കുട്ടികളെ അഭിനന്ദിക്കാൻ, അവരെ അനുമോദിക്കാനാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു ചടങ്ങ്. കുട്ടികളോടാണ് പറയാനുള്ളത്. പഴയ കാലത്തെ കാലഘട്ടമല്ല ഇപ്പോൾ. പണ്ടൊക്കെ അച്ഛനമ്മമാരോ മറ്റേ അധ്യാപകരോ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക് ലോക വിവരമുള്ളൂ, അവർക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അതേ ഉള്ളൂ. ഇന്ന് കുട്ടികളാണ് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞത്. കാലഘട്ടം മാറി, കുട്ടികൾ കാണുന്ന ലോകം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോയും ഉപഹാരങ്ങളും നൽകി അദ്ദേഹം ആദരിച്ചു. പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക ഐക്യവും ഒരുമിപ്പിക്കുന്ന ആഘോഷങ്ങൾ സമൂഹത്തിന് കൂടുതൽ കരുത്തു പകരുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ അഭിനന്ദിച്ച അദ്ദേഹം സമൂഹത്തിൽ കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്നും പറഞ്ഞു. ആനകളോടുള്ള കടുത്ത ആരാധനയും ഇഷ്ടവും വാത്സല്യവും പങ്കിടുന്നവരുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് തത്തമംഗലം ആനപ്രേമി സംഘമായി വളർന്നത്. 2023 മുതൽ തത്തമംഗലം ശിവക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആൽത്തറ മഹാഗണപതിയുടെ സന്നിധിയിൽ ഗജപൂജയും ആനയൂട്ടും സംഘടിപ്പിച്ചു വരികയാണ്. ഭക്തിയും ആനപ്രേമവും സമന്വയിപ്പിക്കുന്ന ഈ പരിപാടിക്ക് വർഷം തോറും വലിയ ജനപങ്കാളിത്തമാണ് ലഭിക്കുന്നത്. ഈ വർഷം 5 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ആനയൂട്ടിന് മാറ്റുകൂട്ടുന്നതിനായി പരമ്പരാഗത ആൽത്തറമേളവും അരങ്ങേറും. തൃശൂർ പൂരം ഇലഞ്ഞിത്തറമേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും മേളത്തിന് നേതൃത്വം നൽകും. മേളവും ഗജപൂജയും ആനയൂട്ടും ഉൾപ്പെടുന്ന പരിപാടികൾക്ക് ഭക്തർക്കും ആസ്വാദകർക്കും വേറിട്ട അനുഭവമാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി, വാർഡ് കൗൺസിലർമാരായ രാഹുൽ കൃഷ്ണ, അനൂജ് ഖാൻ, രാധാമണി, NSS കരയോഗം പ്രസിഡന്റ് PG സോമസുന്ദരം, സെക്രട്ടറി ശാന്തകുമാരൻ, കാക്കുറിശ്യപ്പൻ ക്ഷേത്രസമിതി സെക്രട്ടറി മണികണ്ഠൻ, കുറുമ്പക്കാവ് ക്ഷേത്രസമിതി പ്രസിഡന്റ് ശിവകുമാരൻ, മന്നത്തുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. K. വിജയകുമാർ സ്വാഗതവും NSS വനിതാ സമാജം സെക്രട്ടറി ശ്രീകല പ്രശാന്ത് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.